ഇതിൽ കൂടുതൽ ഒന്നും പാലക്കാട്ടെ കോൺഗ്രസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല, കോൺഗ്രസ് നന്നാവും എന്ന് പ്രതീക്ഷിച്ചവരും ഉണ്ടാകും. അത്തരം ശുദ്ധാത്മാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാലക്കാട്ടെ കോൺഗ്രസ് ഇത് തന്നെയാണ്. പാലക്കാട്ടെ കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് യുവജന വിഭാഗം, ഇതിനേക്കാൾ വഷളത്തരം കാണിക്കുന്നവരാണ് എന്ന്. നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനും കൊണ്ടു നടക്കാനും കോൺഗ്രസിൽ ഇപ്പോഴുമുണ്ട് ആളുകൾ. ചെറിയ നേതാക്കളല്ല, മുതിർന്ന നേതാക്കൾ തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയില്ലേ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, KPCCയുടെ മുതിർന്ന നേതാവായ ഷാഫി പറമ്പിൽ, AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ, അങ്ങനെയുള്ളവർ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, ഇതാ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അരുമ ശിഷ്യൻ ഇതേപോലെ കുറ്റവാളിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു, പരാതി കിട്ടി പോലീസിന്. ഇപ്പോൾ ഒളിവിലാണ് പ്രശോഭൻ. യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്, വെറും നേതാവല്ല, കൗൺസിലർ കൂടിയാണ് എന്നോർക്കണം. കോൺഗ്രസിന്റെ പാലക്കാട് നഗരസഭ കൗൺസിലർ കൂടിയാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ എവിടെയും ഈ വാർത്ത പ്രാധാന്യത്തോടെ നാം കണ്ടിട്ടുണ്ടോ? ഒന്നാം പേജിൽ വാർത്ത വന്നിട്ടുണ്ടോ? DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ അയൽപക്കത്തുള്ള ഒരാളാണ് ഇത് ചെയ്തത് എങ്കിൽ ഇന്ന് യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറിയുടെ അയൽപക്കത്തുള്ള യുവാവ് ദളിത് യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിൽ വാർത്ത വരുമായിരുന്നു. അത് മാത്രമല്ല, ഇനി ഏതെങ്കിലും DYFIയുടെ സാധാരണ മെമ്പറായിരുന്നെങ്കിൽ ഇതായിരുന്നോ വാർത്ത? DYFI അംഗം ദളിത് യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വരില്ലേ? ഇത് യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട്ടെ പ്രധാനപ്പെട്ട നേതാവ്, അതോടൊപ്പം തന്നെ നഗരസഭാ കൗൺസിലർ. നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത മുക്കുന്നു. എന്തിനു വേണ്ടി? രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനാണോ? ഷാഫി പറമ്പിലിനെ സംരക്ഷിക്കാനോ? UDFനെ സംരക്ഷിക്കാനാണോ? ആരെയാണ് ഇവർ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഇതല്ല, ഇതിനപ്പുറവും നടക്കും കോൺഗ്രസിൽ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് മത്സരിക്കുന്ന രമേശ് പിഷാരടി ആരുടെ വേണ്ടപ്പെട്ടയാളാണ്? ഷാഫി പറമ്പിലിന്റെ വേണ്ടപ്പെട്ടയാളാണ്. ഈ പ്രശോഭൻ ആരുടെ വേണ്ടപ്പെട്ടയാളാണ്? ഷാഫി പറമ്പിലിന്റെ വേണ്ടപ്പെട്ടയാളാണ്. ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുടെ വേണ്ടപ്പെട്ടയാളാണ്? ഷാഫി പറമ്പിലിന്റെ വേണ്ടപ്പെട്ടയാളാണ്. എന്ന് വെച്ചാൽ ഹെഡ്മാഷാണ് ഷാഫി പറമ്പിൽ. ഇവരെല്ലാവരും ഈ ഹെഡ്മാഷുടെ ശിഷ്യന്മാരും എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഷാഫി പറമ്പിലാണ് മറുപടി പറയേണ്ടത്. പക്ഷേ ഒരക്ഷരം മിണ്ടുന്നില്ല ഷാഫി പറമ്പിൽ. മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വരുന്നില്ല ഷാഫി പറമ്പിൽ എന്നോർക്കണം. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ വളരെ വലിയ കരുതലാണ് നൽകുന്നത് UDFനും കോൺഗ്രസിനും എന്നോർക്കണം. കൗൺസിലർക്ക് ഇത്രയധികം ഒരു ധൈര്യം കിട്ടിയത് എവിടുന്ന? അഡ്മിഷൻ ക്ലാസ് ടീച്ചറൊക്കെ ഇതിന്റെ ഭാഗമായി പ്രോത്സാഹനം കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിനുള്ള അറിവ് വെച്ചിട്ടായിരിക്കുമല്ലോ. അവർക്കാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? അപ്പൊ ആ നിലയിലേക്ക് ഇന്ന് കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെ ഏറ്റവും ചീഞ്ഞു നാറിയ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ ഈ പറയുന്ന ആളുകൾക്ക് ചെറിയ പങ്കല്ല. CPIMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം തുറന്നടിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പ്രശോഭനെ കുറിച്ച്, പ്രശോഭനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിലിനെ കുറിച്ച്, ഷാഫി പറമ്പിലിന്റെ അരുമ ശിഷ്യനായ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച്. ഇത് പാലക്കാട്ടെ കോൺഗ്രസിന്റെ മാത്രം സ്ഥിതിയല്ല, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പൊതു സ്വഭാവമാണ്. നാം കണ്ടല്ലോ, വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി പണം പിരിച്ച് മുക്കിയ യൂത്ത് കോൺഗ്രസ്സുകാരനെ. യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ നയാ പൈസ ഉണ്ടായിരുന്നില്ല എന്നും AICC ആണ് മുഖം രക്ഷിക്കാൻ 1 കോടി രൂപ നൽകിയത് എന്നുമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. KPCC പിരിച്ച ഫണ്ട് എവിടെയാണ് എന്നതിനെ കുറിച്ച് യാതൊരു കണക്കുമില്ല. ആ ഫണ്ട് എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. KPCCയുടെ മുഖം രക്ഷിക്കാൻ AICC പണം കൊടുത്താണ് വയനാട്ടിൽ ഇപ്പോൾ തൽക്കാലം സ്ഥലം വാങ്ങിയിട്ടിരിക്കുന്നത് മുഖം രക്ഷിക്കാൻ. അവിടെ ഒരു വീടും വരാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയി എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ച തുക വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച പണമാണ് എന്നതാണ് വസ്തുത. അക്കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ യൂത്ത് കോൺഗ്രസിനെ രക്ഷിക്കാൻ
AICCക്ക് 1 കോടി രൂപ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 1 കോടിയും യൂത്ത് കോൺഗ്രസ് നൽകിയ 5 ലക്ഷവും ചേർത്ത് 1 കോടി 5 ലക്ഷം രൂപ KPCCക്ക് വീട് വെച്ച് നൽകാൻ, വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാൻ നൽകി എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്ന് വെച്ചാൽ പിരിച്ച പണം മുക്കുക എന്നത് യൂത്ത് കോൺഗ്രസിന്റെ സ്വഭാവമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സ്വഭാവമാണ്. അതാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ ശിഷ്യന്മാർ എല്ലാവരും ഒരേ സ്വഭാവമുള്ളവരാണ് എന്ന് പറയുന്നത്. അത് കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ പൊതു സ്വഭാവമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരുന്നു എന്നതേയുള്ളൂ.